അയ്യോ, താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടിട്ട് ഒരാഴ്ചയായി. ഞാനിപ്പോ തന്നെ വീട്ടിൽ പോയിട്ട് വരിക. ആ സ്ത്രീ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ്. അവർക്ക് കുഞ്ഞ് ജീവിച്ചാൽ എന്താ, അബോർഷൻ ആയാലും എന്താ. അതുകൊണ്ട് പുറത്തിറങ്ങാൻ സമയം കിട്ടുന്നില്ല. വയറൊക്കെ ആയോ? വയറോ? എടോ, വയറ് വലിപ്പം വെച്ച് വരുന്നുണ്ടോന്ന്. ആ, ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ താൻ എന്തോ നോക്കുന്നേ? എടോ, സ്ത്രീകൾ ഗർഭിണികളാവുമ്പോ ഇതൊക്കെയല്ലേ നമ്മൾ പുരുഷന്മാരുടെ സന്തോഷം. ജോസിനെ ഗർഭമായിട്ടിരിക്കുമ്പോ ഞാൻ എന്നും മറിയക്കുട്ടിയുടെ വയറ് നോക്കും. അതിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നത് കാണാൻ തന്നെ ഒരു രസാ. നമുക്കൊരു അഭിമാനമൊക്കെ തോന്നും. പിന്നെ ചെവി വെച്ച് നോക്കിയാ ചില അനക്കങ്ങളും ചവിട്ടും തൊഴിയും ഒക്കെ അറിയാം. ആ, പിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പേരിട്ടു, ജോസ്. വയറ്റത്ത് ചുണ്ടി ചേർത്ത് വെച്ച് ഞാൻ ആ പേര് വിളിക്കും, ജോസ്. പ്രസവിച്ച് കണ്ണു പറഞ്ഞ പിന്നെ എവിടെ നിന്ന് ജോസേ എന്ന് വിളിച്ചാലും അവൻ നോക്കും. അതെ, ഈ കുഞ്ഞാണാണോ പെണ്ണാണോ നേരത്തെ അറിയാൻ പറ്റുമോ? എങ്ങനെ എങ്ങനെ ഒന്നുമില്ലേ? എങ്ങനെ അറിയാവൂ? എങ്ങനെയാന്ന് ഒക്കെ അറിയാം. താൻ പോയി നോക്ക്. ആനി, മൂവ്മെന്റ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആനി, എന്ത് വേണം നിങ്ങക്ക്? ഒരു കത്തുണ്ട്. അയ്യോ, പതുക്കെ. എന്റെ ആനിക്ക് സ്വന്തം കൈപ്പടയിലെ കത്തെഴുതൂ എന്ന വാശിയിലായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാം, എഴുതാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ കൈകളിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഓമനെ, നിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു. അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നീ സന്തോഷമായിരിക്കും. രാജീവ് സന്തുഷ്ടനാണല്ലോ. ആ മനുഷ്യനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ. നിന്റെ കുഞ്ഞ് അവൻ അനങ്ങി തുടങ്ങിയോ? അവനെ പിറക്കരുത്. സ്നേഹപൂർവം, നിന്റെ ദാസ്. ഹസ്ബൻഡ് സുഖമായിരിക്കുന്നു അല്ലേ? മോളെ, പതുക്കെ. ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ട് മതി ഓട്ടവും ചാട്ടവും ഒക്കെ. വേണ്ട, ചാടരുത്. അയ്യോ, എന്താ മോളെ? ഹലോ രാജീവ്. ഹലോ. ആനിക്ക് സുഖം തന്നെയല്ലേ? അതെ. ആനിയെ ഒന്ന് വിളിപ്പിച്ചാൽ ഉപകാരമായിരുന്നു. അത് വേണോ ചന്ദ്രദാസ്? അവരിപ്പോ നോർമലായിട്ടുള്ള ഒരു മൂഡിലാണ്. നിങ്ങളെ കണ്ടാ പിന്നെ അവർക്ക് നിങ്ങളോട് ഇപ്പം 2 ദിവസം കഴിയണമെന്ന് തോന്നും. അത് പിന്നെ ഇല്ല, എനിക്കൊന്ന് കണ്ടാ മതി. ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർമാരോടോ ആയമാരോടോ അവരുടെ സുഖവിവരങ്ങൾ തിരക്കാം. അല്ലാതെ സോറി. എന്ത് ദുഷ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? അമ്മ സംസാരിക്കണ്ട. മിസ്റ്റർ രാജീവ്, ഒരു ഭർത്താവിന്റെ അധികാരം കാണിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനോടുള്ള സ്വാർത്ഥത എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതല്ല. പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനോട് വരെ നിങ്ങൾ അസൂയാലുമായിരിക്കുന്നു. എന്റെ ഭാര്യയെ കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തടയാം. ചന്ദ്രദാസ്, കരയരുത്. ഞാനും വരും കൂടെ. പാടില്ല. ഇത്രയൊക്കെ നീ പിടിച്ചു നിന്നില്ലേ? ഇനി ഒരു 3-4 മാസം അതോടി സഹിക്കൂ. മോള് സന്തോഷമായിട്ടിരുന്നു. ചന്ദ്രനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? പോട്ടെ. നിന്റെ കുഞ്ഞിന്റെ അച്ഛന് നീരസം തോന്നണ്ട. ഇടയ്ക്ക് വരാൻ ഞാൻ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. എന്താ നീ കൊച്ചുകുട്ടികളെ പോലെ? മതി.
ആം എക്സ്ട്രീംലി സോറി. എനിക്ക് മനസ്സിലാവില്ല ബന്ധങ്ങൾ, അതിൻ്റെ തീവ്രത എനിക്ക് അറിയില്ല. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. മിസ്റ്റർ രാജീവ്, ഐ ആം സോറി. എല്ലാവരും ചേർന്ന് രാജീവിനെ ബഫൂൺ കളിപ്പിക്കാണല്ലേ? ഞാനൊരു ബഫൂൺ തന്നെയല്ലേ? അല്ലെങ്കിൽ ലോകത്താരും കാണിക്കാത്ത മണ്ടത്തരങ്ങൾ കാണിച്ച് പണവും സമയവും കളഞ്ഞ്. രാജീവ്, ദാസന് നിങ്ങളോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ ഹർട്ട് ചെയ്യരുതെന്ന്. ഓ, എന്റെ വയറ്റിനുള്ളിൽ കിടന്ന് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. നിങ്ങളുടെ തനി സ്വഭാവമാണെന്ന് തോന്നുന്നു. അവനോ അതോ അവളോ? ലക്ഷണം കണ്ടിട്ട് അവൻ തന്നെ. ഡോക്ടറും മാഗി ആന്റിയും അത് തന്നെ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. മനോജ്, നല്ല പേരല്ലേ? മനു എന്ന് വിളിക്കാം. മനു, മൈ സൺ മനു. മേരി, കോയമ്പത്തൂർ ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ട്, കണ്ടു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വളരെ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റ്. റൂംസ് ഒക്കെ നല്ല 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഇരിക്കും. ആനയെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്താലോ? ആനയും ഡോക്ടർ രാജലക്ഷ്മിയെ വിളിക്കൂ. അല്ല, സാർ അറിഞ്ഞില്ലേ? ആനി ഇവിടെ അഡ്മിറ്റ് ചെയ്തു. എവിടെ? പെട്ടെന്ന് പെയിൻ വന്ന കാരണം ഡോക്ടർ സീനത്തിന്റെ ഹോസ്പിറ്റലാക്കി. ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിലേ ഒരു സിസേറിയനെ കുറിച്ച് ആലോചിക്കൂ. ഡോക്ടർ, ഡോക്ടർ, കുഞ്ഞിന് എന്തെങ്കിലും തകരാറുണ്ടോ? പ്ലീസ് വെയിറ്റ്. ഡോക്ടർ എന്ത് പറഞ്ഞു? ചിലപ്പോ സിസേറിയൻ വേണ്ടി വരും. അതാ നല്ലത്. കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കില്ല. പ്രേ ടു ഗോഡ്. യെസ്, ഐ ആം പ്രേയിങ്. പേടിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എന്തായി പറയുന്നത്? ഡോക്ടർ ഹമീദിനെ കണ്ടോ? ഡോക്ടർ ഹമീദ് ലേബർ റൂമിൽ എന്താ കാര്യം? ഡോക്ടർ, തിയേറ്ററിൽ പോയി ആനയെ കണ്ടിരുന്നോ? ഈ ചിട്ടി ഫാർമസി കൊടുത്തു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കള്ളുകൂടി നിർത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഡോക്ടർ തിയേറ്ററിൽ പോയിരുന്നെന്നാണ് ചോദിച്ചത്. സ്ത്രീകൾ പ്രസവിക്കുന്നിടത്ത് എനിക്ക് എന്താടോ കാര്യം? അയ്യോ, എനിക്കൊരു മനസ്സമാധാനമില്ല. അതിന് താനാണോ പ്രസവിക്കുന്നത്? താനൊന്ന് അടങ്ങിയിരിക്കണോ ഇവിടെ? കുടിക്കാൻ തണുത്ത വെള്ളം വേണോ? ഡോക്ടർ എന്നെ കളിയാക്കുകയാണല്ലേ? അച്ഛനാകാനും കുറച്ച് വേദനയൊക്കെ അനുഭവിക്കണം. പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതായി ഈ മെന്റൽ പെയിൻ. പ്രസവിച്ചു ആൺകുട്ടി. എങ്ങോട്ടാ? എന്തോ നീ കാണിക്കുന്നത്? തിയേറ്ററിനകത്തേക്കാണോ? മാറിക്കണോ? ആരാ അച്ഛൻ? ഞാൻ തനി അച്ഛൻ അല്ലേ ഡോക്ടർ? അച്ഛന്റെ സ്വഭാവം കിട്ടാതിരുന്നാ മതി. മിസ്റ്റർ ചന്ദ്രദാസ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഈ നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. കമാ, ചോദിച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ
മോനെ ഒരു ഉമ്മ വെച്ചോട്ടെ. അങ്കിൾ നമുക്ക് പോവാം. കുഞ്ഞിനെ കൊണ്ട് പോവേ? പിന്നല്ലാതെ ഇന്നത്തോടുകൂടി ഇവരുടെ കരാറ് കഴിയില്ലേ. ഇനി ഇവനെ നമ്മൾ വളർത്തും. വാ. എടോ താനിത് ഭ്രാന്തായി പറയുന്നത്. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി താൻ എങ്ങനെ വളർത്തും? പിന്നെ വളർത്താതെ പറ്റൂ? അതിന് മുലപ്പാൽ ആര് കൊടുക്കും? താ കൊടുക്കും. ഞാനെങ്ങനെ കൊടുക്കും? ഞാൻ പശുവിന്റെ പാല് വാങ്ങിച്ചു കൊടുക്കും. നിപ്പിളിട്ടല്ലേ അങ്കിൾ? 3-4 മാസം കഴിഞ്ഞാലേ അതൊക്കെ പറ്റൂ. ഇപ്പൊ മുലപ്പാല് തന്നെ വേണം. മാത്രമല്ല ഈ കുഞ്ഞിന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എവിടെ നിന്ന് കിട്ടും? അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെ വളരണം. അത് പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നം? ആനയില്ലേ? അതിന് അവര് സമ്മതിക്കണ്ടേ? 10 മാസം തന്നെ കഴിച്ചു കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നേഴ്സ്, കുഞ്ഞിനെ വാങ്ങിക്കാത്തെന്ത്? ആ സ്ത്രീ കുഞ്ഞിനെ ചോദിക്കുന്നു. കൊടുക്കും. രാജീവ്, കുഞ്ഞിനെ ഇങ്ങ് തരൂ. ഉം. ഇതിപ്പോ പ്രശ്നമായല്ലോ ചന്ദ്രദാസ്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അവൻ മുലപ്പാൽ കുടിച്ച് വളരണമെന്ന്. ഞാനും വായിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ തീരൂ. ആലോചിക്കാം. ആലോചിച്ചപ്പോഴാ കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ തരാം. മിസ്റ്റർ രാജു മേനോൻ, കാശിന്റെ കണക്ക് മേലാനോട് പറയരുത്. എത്ര കാശ് കൊടുത്താലും കിട്ടാതെ ചിലതുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാം. ആരാത്? എന്താ മോളെ? ജനലിനടുത്ത് ആരോ ഉണ്ട്. ഏയ്, ആരുമില്ല. നിനക്ക് തോന്നിയതാ.